ഹായ് ഗൈസ്, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫസ്റ്റ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഡെവലപ്പ് എ വെബ് പേജ് വിത്ത് ടു ടെക്സ്റ്റ് ബോക്സസ്. ഡെവലപ്പ് എ വെബ് പേജ് വിത്ത് ടു ടെക്സ്റ്റ് ബോക്സസ് and a button labeled show. The user can enter a number in the first text box. On clicking the button, the second text box should display whether the number is even or odd. അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്കറിയാം, നമ്മൾ HTML എഴുതിയിട്ടുണ്ട്. ഹെഡ് പാർട്ടിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻ എഴുതുന്നത്. ഫങ്ഷൻ മാത്രമേ നമ്മൾ ഹെഡ് പാർട്ടിൽ എഴുതുന്നുള്ളൂ. ഇപ്പോൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ചെക്ക് എന്നുള്ള ഫങ്ഷൻ നമ്മളവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഫോം താഴെ നമ്മൾ ബോഡിയിൽ ഒരു ഫോം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഫോം ഡോക്യുമെൻറ്റ് വിൻഡോയിലെ ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഡോക്യുമെൻറ്റ് വിൻഡോൻ്റെ എന്നുള്ള അർത്ഥമാണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോമിൻ്റെ പേര് ഫറം ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് 1 എന്നാണ് അതിൻ്റെ പേര്. ഡോട്ട് വാല്യൂ അത് ടെക്സ്റ്റ് സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിനെ നമ്പറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ എന്ന് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ n%2 ഈക്വൽ ടു, അതായത് എന്നിനെ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കാൻ വേണ്ടി പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഇട്ടിരിക്കുന്നു. ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ആയിട്ട് ദ നമ്പർ ഈസ് even എന്നും, അല്ലെങ്കിൽ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ആയിട്ട് ഈ ഓടെന്നും കൊടുക്കുകയാണ്. ഫങ്ഷൻ കഴിഞ്ഞു. ഫങ്ഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക, ബോഡി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഇപ്പോൾ നമ്മളിവിടെ ഫങ്ഷൻ വേറെ, ബോഡിയിലെ ഫോം ടാഗ്സ് വേറെയാണ് എഴുതിയിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന് സ്ക്രിപ്റ്റ് റെൻഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോം ടാഗുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഫോം നെയിം ഈക്വൽ ടു FR എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റർ നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു ലൈൻ ബ്രേക്ക് കൊടുത്തതിന് ശേഷം ദ റിസൾട്ട് എന്ന് കൊടുത്തിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു രണ്ടാമത്തേന് TXT2 എന്ന് കൊടുത്തിരിക്കുന്നു. ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ബട്ടണ് പേര്, ആ ബട്ടൺ ഒരു ഒബ്ജക്റ്റാണ്, അപ്പോൾ അതിനൊരു പേര് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ വാല്യൂ ഇപ്പോൾ അതിൻ്റെ മുകളിൽ വരേണ്ടത് ചെക്ക് ഈവൺ ഓർ ഓഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇവൻറ്റ്, ആ ബട്ടണ് അസോസിയേറ്റഡ് ആയിട്ടൊരു ഇവൻറ്റ് കൊടുത്തിരിക്കുന്നു. ഓൺ ക്ലിക്ക് പല മൗസ് ഇവൻറ്റ്സ് ഉണ്ട്, നമ്മളിന്ന് ക്ലാസ്സിൽ കണ്ടു, അതിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഇവൻ്റായിട്ട് കൊടുക്കുന്നു. ഓൺ ക്ലിക്ക് ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്ത ഫങ്ഷൻ കൊട്ടേഷനിൽ കൊടുക്കുക. അപ്പോൾ അത് ചെക്ക് എന്ന് എഴുതിയിട്ട് ആ ഫങ്ഷൻ്റെ പേരെഴുതി 2 ബ്രാക്കറ്റ് ഇട്ട് ഫങ്ഷൻ കോളാക്കി ഇത് ഇൻവെർട്ടഡ് കോമയിൽ എഴുതുന്നു. അതിനുശേഷം ഫോം ക്ലോസ് ചെയ്ത് ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റർ നമ്പറിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു നമ്പർ കൊടുക്കുക. എന്നാൽ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ദ നമ്പർ ഈസ് even എന്ന് വരും. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് കാണിക്കുക കേട്ടോ.